ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ നബിദിനത്തിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമുക്ക് നബിദിനം, അതേപോലെ ഇന്നലെ ഓണവും ആയിരുന്നു. അപ്പോൾ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ചാണ് ഇത്തവണ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നബിദിനത്തിന് നമ്മളുടെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നബിദിനത്തിൻ്റെ തലേ ദിവസം വൈകിട്ട് ഉള്ളതാണ് കേട്ടോ. ഇവിടെ നബിദിനം ആകുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ, ഒരാഴ്ചയല്ല 10 ദിവസം മുമ്പ് തന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങും. ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ബലമാണ് നമ്മൾ തലേ ദിവസം ഇത്ര ഭംഗിയിൽ നമുക്ക് നമ്മുടെ ചെളിങ്ങാടിനെ ഒരുങ്ങി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാനും മോളും കൂടി ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ പോയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു 6:30-7 മണി ആ ഒരു ടൈമിൽ അധികം അങ്ങനെ എന്താ പറയുക തിരക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം പെട്ടെന്ന് കണ്ടുപോകാവുന്ന രീതിക്ക് ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടൈമിൽ ഇറങ്ങും. എന്നാലും ചെറിയതായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ബ്ലോക്കിലൊക്കെ ഒന്ന് പെട്ടു. അപ്പോൾ ഇവിടുത്തെ നബിദിനാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലയിലാണ് എൻ്റെ വീടെങ്കിലും ഇവിടുത്തെ ആഘോഷങ്ങൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. അത്രയും ലൈറ്റും അറേഞ്ച്മെൻറ്റുമാണ് ഈ ഒരു നബിദിനം വരുമ്പോൾ നമ്മളുടെ ഈ ചെളിങ്ങാട് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദഫ്മുട്ട്, അറവമുട്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഈ ഒരു മാസം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ വേണ്ടിയിട്ടും ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഓരോ വർഷവും ഓരോരോ വെറൈറ്റികളാണ് ഇവിടെ ലൈറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇവർ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ നബിദിനത്തിൻ്റെ വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യത്തെ നബിദിനത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ളവർക്കായാലും പുറത്തുനിന്നുള്ളവർക്കായാലും നബിദിനം എന്ന് കേൾക്കുമ്പോൾ ചെളിങ്ങാടത്തെ ലൈറ്റ് കാണാൻ പോകണം എന്നുള്ളതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ഒരു 8 മണി തുടങ്ങുമ്പോഴത്തേനും ഇവിടെ എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ വഴി നമുക്ക് ഈ ലൈറ്റ് കാണാനുള്ള ആൾക്കാരുടെ വണ്ടികൾ കൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും വാട്സപ്പിലടക്കം സ്റ്റാറ്റസ് ഇടും. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനുള്ളവർ അപ്പുറം വഴി, അതായത് നമ്മുടെ ഹൈവേ വഴി തിരിഞ്ഞു പോകണം. ഈ റോഡിനെ പറയുന്നത് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. അപ്പോൾ ഈ വഴിയിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ ഒരു 2 ദിവസം അധികം ആരും അങ്ങനെ അറിയാവുന്നവരങ്ങനെ വരാറില്ല. ഈ വഴി അധികം വരുന്നതും ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇത് ഒരു പള്ളിയുടെ ഇതിലൊക്കെ നബിദിനത്തിൻ്റെ ഈ ഒരു ഇതിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക വ്യത്യസ്ത രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വർഷവും ഇവിടെ നടത്താറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും പിന്നെ ദഫ്മുട്ട്, ഇത് നബിദിനത്തിൻ്റെ തലേദിവസം രാത്രി ചെറിയൊരു ദഫ്മുട്ടും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ളത് നോർമലായിട്ടുള്ള കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വീടുകളടക്കം നല്ല രീതിക്ക് അലങ്കരിക്കുന്ന വീടുകളുണ്ട്. മിക്കവരും വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ റോഡുകളിൽ ഫുള്ളിങ്ങനെ ആയിരിക്കും. ഈ ഒരു ചെളിങ്ങാട് ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ നബിദിനത്തിൻ്റെ തലേ ദിവസമാണ്. രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേനും നമ്മളുടെ അമ്പലനട ആ ഒരു ഭാഗത്തായിട്ട് ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാണാനായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ചെറിയ ആളുള്ള കാരണം അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അപ്പോൾ എനിക്ക് ഓരോ വീഡിയോസ് കിട്ടിയതൊക്കെ വെച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബദർപള്ളി വരെ, അതായത് ചെളിങ്ങാട് ജുമാ മസ്ജിദ് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബദർപള്ളി ആ ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലും നേരത്തെ കണ്ടത്രയ്ക്കില്ലെങ്കിലും ഒരുവിധം ലൈറ്റും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരും ആ ഒരു ഏരിയയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറേ അധികം അങ്ങോട്ട് പോയില്ല.
കാരണം മോൻ മൂത്താളായിട്ട് വീട്ടിലായ കാരണം പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നബിദിനത്തിൻ്റെ അന്ന് രാവിലെ ഇതേപോലെ നമുക്ക് റാലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് പരിപാടികളൊക്കെ ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ബദർ പള്ളിയുടെയും ചെറിങ്ങാട് പള്ളിയുടെയും ഒക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ, മദ്രസയിൽ ഉണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, അതായത് വലിയ ആൾക്കാരുടെയൊക്കെ